जय भारत माता, जय भारत माता, जय भारत माता, जय वीएसपी, जय वीएसपी, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ പ്രിയനായ ഡോക്ടറെ ಕೃಷ್ಣಮೂರ್ತಿ ಡಾಕ್ಟರೇ, ನಮ್ಮೆಲ್ಲರ ನೇತಾರರನ್ನು ಸೇರಿಸಿಕೊಂಡು ಇವತ್ತು ಪ್ರತಿಭಟನೆಯನ್ನ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಅತ್ಯಂತ ಸಂಯಮದಿಂದ ಶಿಸ್ತಿನಿಂದ ಇವತ್ತು ನಾವು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪಾಲ್ಗೊಂಡಿದ್ದೇವೆ. ಲಂಪೆಲ್ಲವರಿದ್ದಾರೆ, ಅವರಿಗೆ ಹೃತ್ಪೂರ್ವಕವಾದಂತಹ ಸ್ವಾಗತವನ್ನ ಬಯಸಿದ್ದೇನೆ. ನಮ್ಮೊಂದಿಗೆ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಬಿಜೆಪಿಯ ರಾಜ್ಯ ಕಾರ್ಯದರ್ಶಿಗಳಂತ ಅಡ್ವೊಕೇಟ್ ಶ್ರೀಕಾಂತ್ ಅವರಿದ್ದಾರೆ, ಅವರಿಗೂ ಕೂಡ ಹೃತ್ಪೂರ್ವಕ ಸ್ವಾಗತವನ್ನ നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി ജാതിയോ മതമോ രാഷ്ട്രീയവും കാണിക്കാതെ ഒരു ജീവിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഇവിടെ രാഷ്ട്രീയം പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ മാത്രമാണ്. മറ്റുള്ള അവസരങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ജാതി സമുദായ നേതാക്കളെല്ലാം ഒത്തൊരുമയിൽ നിന്നിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. कृष्णमूर्ति
कृष्णमूर्ति अमर रहे, अमर रहे, अमर रहे, अमर रहे, अमर रहे, कृष्णमूर्ति अमर रहे, कृष्णमूर्ति अमर रहे। ಭಾರತದಲ್ಲಿದ್ದಂಥ ಎಲ್ಲ ವೈದ್ಯರನ್ನು ನಾವು ದೇವರ ರೀತಿಯವರಿಗೆ ನಾವು ಗೌರವ ಕೊಡ್ತೇವೆ. ಅದು ಯಾವುದೇ ಆರೋಗ್ಯದ ಸಮಸ್ಯೆ ಬೇಕಾದ್ರೆ ಹೇಳಿದ್ರು ನಮ್ಮ ಸಂಶಯ ಇದೆ ಅಂತ ಹೇಳಿ ಬೈಕ್ ಇಲ್ಲೇ ಇತ್ತು, ಮೊಬೈಲ್ ಅನ್ನು ಇಲ್ಲೇ ಬಿಟ್ಟು ಹೋಗಿದ್ದಾರೆ, ಯಾವುದನ್ನು ಕೊಂಡೋಗಿಲ್ಲ. ಅದಕ್ಕೋಸ್ಕರ ಇದು ಸಂಶಯವಾದಂತ ಸಾವು ಇದು. ಅದಕ್ಕೋಸ್ಕರ ಇದೊಂದು ಕೊಲೆ ವ್ಯವಸ್ಥಿತವಾದಂತಹ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಅದಕ್ಕೋಸ್ಕರ ಈ ತನಿಖೆಯನ್ನು ಎಲ್ಲಿ ಕುಂದಾಪುರದಲ್ಲಿ ಇವರದು ಸಾವಾಗಿದೆ, ಎಲ್ಲಿ ಇವರ ಮೃತದೇಹ ಸಿಕ್ಕಿದೆ, ಅಲ್ಲಿಯ ಮುಖಾಂತರ ಕರ್ನಾಟಕದ ಪೊಲೀಸರು ತನಿಖೆ ಮಾಡಬೇಕು. ಸಾವನ್ನು ಎನ್ಐಎ ಮುಖಾಂತರ ತನಿಖೆ ನಡೆಸಬೇಕು ಅಂತ കൃഷ്ണമൂർത്തിയുടെ ദുരൂഹമായിട്ടുള്ള മരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആദ്യമായി നമ്മെ വിട്ട് പിരിഞ്ഞ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ നമ്മളാരും ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുമില്ല, കുടുംബവും വിശ്വസിക്കുന്നില്ല. ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്താൻ തയ്യാറാകണം. പക്ഷേ വിശ്വ ഹിന്ദു പരിഷത്ത് ആദ്യമായി ഒരു കുടുംബത്തിന്റെ ആശ്രമമായ ഡോക്ടർ കൃഷ്ണമൂർത്തിയെ നഷ്ടപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളുടെ